തൊപ്പിനെ കുറിച്ചിട്ട് പറയുന്നുണ്ടെങ്കിൽ എനിക്ക് തൊപ്പിനെ കുറിച്ചിട്ട് ഒന്നുമില്ല, ദേഷ്യം അങ്ങനത്തെ ഒന്നുമില്ല. എല്ലാ ദിവസവും ഡാൻസ് തന്നെ എന്ന് പറയുമ്പോൾ ഞാൻ കുറച്ച് മാറ്റം പിടിച്ചു. ചോറിന് കറി എന്ത്? കറി സാമ്പാർ. അല്ല ഇതല്ല, ഈ സംഭവം അല്ല. വാടി വാടി വാലന്റൈൻസ് ഡേ, വാടാ വാടാ വാലന്റൈൻസ് ഡേ, ചോക്ലേറ്റ് ചോക്ലേറ്റ്. ചിലള് പറയുന്നത് മനസ്സിന് പെണ്ണായിട്ടില്ല, പെണ്ണ് കിട്ടിയിട്ടില്ലാന്ന്, ബോളേന് നമുക്ക് പറ്റണല്ലോ. വാടാ വാടാ വാലന്റൈൻസ് ഡേ. ബാറ്ററി ആണോ ഓഫ് ചെയ്യാൻ പറ്റുമോ? നമ്മുടെ ഈ റീൽസും കാര്യങ്ങളൊക്കെ വിട്ട് കഴിഞ്ഞാൽ പേഴ്സണൽ ലൈഫ് നോക്കുകയാണെങ്കിൽ എന്താ പരിപാടി? ഞാൻ ഇപ്പോൾ എൻ്റെ കാര്യങ്ങൾ കുറേ പേര് ചോദിക്കുന്നുണ്ട്, നിന്റെ വീട് എവിടെ എന്താണെന്ന്. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ വന്നത് ഇൻ്റർവ്യൂ കൊടുക്കാനാണ്. എൻ്റെ കൂടെയുള്ളത് സേതുവാണ്. അപ്പോൾ ഇന്ന് എൻ്റെ കാര്യങ്ങളെല്ലാം പറയും, സേതു പറയും. അപ്പോൾ വെൽക്കം ടു ഷോ. അതെ, ഇത് ഞാനാണോ ആങ്കർ അതോ ബ്രോയാണോ? ഓക്കെ. ഓഹോ, എന്തായാലും ഇൻട്രോ പൊളിച്ച്. താങ്ക് യു. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എന്തൊക്കെയാണ്? യാത്ര എങ്ങനെയായിരുന്നു? സുഖമായിരുന്നോ? യാത്രയെല്ലാം കുഴപ്പമില്ല, നല്ല സുഖമാണ്. കുഴപ്പമൊന്നുണ്ടാവില്ല. ഇപ്പോൾ കറണ്ട്ലി വീഡിയോ ഒക്കെ വൈറലായിട്ട് ഇരിക്കുകയാണ്. അത്യാവശ്യം ഇപ്പോൾ ലാസ്റ്റ് വീഡിയോ 161 ലൈക്ക് അടിച്ചു തോന്നുന്നു അല്ലേ? എന്താ ഫീൽ ചെയ്യുന്നിപ്പോൾ? എല്ലാം സന്തോഷമാണ്, പിന്നെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഇങ്ങനെ വിചാരിച്ചായിരുന്നോ റീൽസ് ഇങ്ങനെ പെട്ടെന്ന് റീലാവും, ഐ മീൻ റീച്ച് ആവും എന്നൊക്കെ? ഇല്ല, അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല. അപ്പം എനിക്ക് എൻ്റെ ഞാൻ പാട്ടിലാണ് ഞാൻ കൂടുതൽ അറിയപ്പെട്ടത്. അപ്പോൾ എനിക്ക് നല്ല സന്തോഷമായി ആ പാട്ട്. കുറേ പേര് അതിനെ ട്രോളി, നല്ല ഇതായിരുന്നു. അല്ല, ഫസ്റ്റിൽ ഇൻട്രോയിൽ ഭയങ്കര എനർജിക്കാണ്, ഭയങ്കര എല്ലാം ഡൗൺ ആയില്ല. എവിടെ പോയപ്പോ അത് നമ്മളെ പോരട്ടങ്ങട് അതന്നെ. ഇപ്പോൾ പേടിയൊന്നുമില്ല. ഇപ്പോൾ ഫസ്റ്റ് ഇന്റർവ്യൂ അതിന് ചെറിയ ടെൻഷൻ അതൊന്നും നോക്കണ്ട ആവശ്യമില്ല. എനിക്കായിട്ട് പേടിയാണ്. അപ്പോൾ സെറ്റല്ലേ? പറഞ്ഞോ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഓയോ എന്താ ഓഹോ, അപ്പോൾ ഈ സാധനം എവിടെ നിന്നാണ് ഉത്ഭവിച്ചത്? അത് ഈ ഓഹോ നമുക്കിപ്പോൾ ഒരു തുടക്കം സ്റ്റാർട്ടിങ് അലുഗേസും എൻഡിങ് ഹോഹോ ആണ്. അപ്പോൾ അതിനൊരു നമ്മൾ എന്ത് ചെയ്യുമ്പോൾ ഇതിനൊരു അവസാനം ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഓഹോ ഇട്ടുന്നത്. ഓ ശരി. ഇപ്പോൾ നമ്മുടെ വീഡിയോസിൽ ഞാൻ വെച്ചിട്ടൊരു വൈറൽ സോങ് ഇല്ലേ, എനിക്ക് തോന്നുന്നു അതാണ് കുറച്ച് കൂടുതൽ ഹിറ്റ് ആയത് തോന്നുന്നു. ആദ്യം ഞാൻ ആ പാട്ടിലാണ് കൂടുതൽ എന്നെ അറിയപ്പെട്ട പാട്ടാണ് ഞാൻ പാട്ട്. അപ്പം ആ പാട്ട് കേട്ടിട്ട് ബാക്കി പോയാൽ മതിയല്ലോ. ആ പാട്ട് പാടിയിട്ട് ബാക്കി. കണ്ടിനാ കേട്ടിനാ മിണ്ടിനാ പോയിനാ പറഞ്ഞിനാ ബന്നിനാ തിന്നിനാ. കണ്ടിനാ കേട്ടിനാ മിണ്ടിനാ പോയിനാ പറഞ്ഞിനാ ബന്നിനാ തിന്നിനാ. മൊബൈൽ നോക്കിനാ മൊബൈൽ കണ്ടിനാ മൊബൈൽ തിന്നിനാ. വാട്സപ്പ് നോക്കിനാ വാട്സപ്പ് കണ്ടിനാ. ഫേസ്ബുക്ക് നോക്കിനാ ബസ്സില് പോയിനാ കാറില് ബന്നിനാ. തെറ്റിപ്പോയ പാട്ട്. അത് കുഴപ്പമില്ല. എന്തായാലും പാട്ട് പാടി സെറ്റായിട്ടുണ്ട്. ഈ പാട്ട് കേൾക്കുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന സാധനം അറിയോ, ഇതിൽ കമൻസാണ്. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കമൻസ് നെഗറ്റീവായിട്ട് ഞാൻ പറഞ്ഞല്ല കേട്ടോ. അത് വായിക്കുന്ന സമയത്തൊക്കെ ഭയങ്കര ചിരി വരും. ഞാൻ ഇപ്പം എന്തിനാ ഈ ഫോൺ നോക്കിനാ എന്നൊക്കെ പറഞ്ഞാൽ കമൻസ് ഒക്കെ വായിച്ച് നോക്കാറുണ്ടോ? എല്ലാം നോക്കാൻ ഒന്നാമത് സമയം സമയമില്ല. നോക്കാറില്ല. കമന്റ് നോക്കിയാൽ പിന്നെ നമുക്ക് ഒന്നാമത് അതിലെന്നെ ആയിപ്പോവും പറഞ്ഞിട്ട് കമന്റ് ഒക്കെ ഇല്ല. നമുക്ക് പുതിയ പാട്ട് എങ്ങനെ പുതിയതായിട്ട് ചിന്തിക്കാൻ ചെയ്യുന്നല്ലാതെ കമന്റിലേക്ക് അധികം ശ്രദ്ധിക്കാറില്ല. അതൊരു കമന്റ്സ് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. അതായത് ഈ ഒരു പാട്ട് പാടുന്ന സമയത്ത് ഇത് ബാറ്ററി ആണോ ഓഫ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ സാധനം കണ്ടിരുന്നോ? കണ്ടിട്ടില്ല. അത് ഭയങ്കര രസമായിട്ടുണ്ട് ആ ഒരു ക്രിയേറ്റിവിറ്റി എന്നൊക്കെ പറഞ്ഞ സമയത്ത്. ഓക്കെ, അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു കൂടുതൽ വൈറലായ സോങ് ആണല്ലോ, അത് കൂടാതെ വേറെ ഏതെങ്കിലും സോങ്? ചക്ലി പാട്ടുണ്ട്. ചക്ലി, അപ്പോൾ അത് കേട്ടല്ലോ. ചക്ലി 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 ചക്ലി, ചെറിയ ചക്ലി വലിയ ചക്ലി 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 ചക്ലി, കുപ്പിൻ്റെ ഉള്ളിൻ ചക്ലി പ്ലാസ്റ്റിക് കവറിലും ചക്ലി, കുപ്പിൻ്റെ ഉള്ളിൻ ചക്ലി പ്ലാസ്റ്റിക് കവറിലും ചക്ലി, ചക്ലി 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 ചക്ലി, ചെറിയ ചക്ലി വലിയ ചക്ലി 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 ചക്ലി. ഓക്കെ. ഓഹോ, ഒന്നും പറയാനില്ല, സെറ്റായിട്ടുണ്ട്. ഒരു കാര്യം പറയട്ടെ,
ഇപ്പോൾ ഈ വീഡിയോസൊക്കെ ഒരു തുടക്കം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു പാട്ട് തുടങ്ങാമെന്ന്, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ വെറൈറ്റി സോങ്സ് ഒക്കെ എങ്ങനെയായിരുന്നു ആ സ്റ്റാർട്ടിങ്? ആരെങ്കിലും പറഞ്ഞിട്ടാണോ? ഇല്ല, അത് നമുക്കത് എനിക്ക് തോന്നുന്നത് അത് ചെയ്യാന്ന്. അപ്പോൾ ചെയ്യുന്ന മാത്രമേ, അതിന് ചിന്തിക്കാനൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ടിക്ടോക്കിൽ തന്നെ വന്നിട്ടില്ലേ? ടിക്ടോക്ക് അത്രയും തുടങ്ങുമ്പോൾ പിന്നെ ടിക്ടോക്ക് നിർത്തി. അപ്പൊ ടിക്ടോക്കിൽ എങ്ങനത്തെ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു? അപ്പോൾ ഇതേപോലെ തന്നെ ഡാൻസ്, പാട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഡാൻസ് മാത്രം ചെയ്തോണ്ടേ. അപ്പോൾ ഡാൻസ് തന്നെ ആകുമ്പോൾ നമുക്ക് ഒരു എല്ലാ ദിവസവും ഡാൻസ് തന്നെ എന്ന് പറയുമ്പോൾ ഞാൻ കുറച്ച് മാറ്റി. അപ്പോഴേക്കും ബാൻ ആയി തോന്നുന്നു അല്ലേ? അതിനുശേഷം അതിനുശേഷം ഇൻസ്റ്റ സ്റ്റാർട്ട് ചെയ്യുന്നു. പിന്നെ അതിനുശേഷം എത്ര കാലം കഴിഞ്ഞിട്ടാണ് പതിയെ റീച്ച് ആവുന്നത്? കുറെ ഈ രാരക്കമ്മ ഒരു സോങ്ങില് അത് ചെയ്തു. അതിനുശേഷം അതിൽ റീച്ചായി. പിന്നെ അത് വൺ വോയിസിൽ തുടങ്ങി. ഏതായിരുന്നു? രാരക്കമ്മ പറയുന്ന ആ പാട്ട് വൺ വോയിസിൽ തുടങ്ങി. അതിനുശേഷം പിന്നെ വൺ വോയിസിൽ തന്നെ പാട്ട് തുടങ്ങിയ ശേഷം പാട്ട്. ഓക്കെ. അപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ മറ്റേ ഫസ്റ്റ് വൈറൽ സോങ് ഞാനാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പം എന്താ പറഞ്ഞത്, വാലന്റൈൻസ് ഡേക്കൊക്കെ കുറേ, ഇപ്പോൾ വാലന്റൈൻസ് കഴിഞ്ഞാൽ പോലും അതിന് കുറേ സോങ് ഒക്കെ പാടിയിട്ടില്ലേ? വാലന്റൈൻസ് ഡേക്ക് പാടിയിട്ടില്ലേ? അതൊന്ന് പാടാൻ പറ്റുമോ? എന്തെങ്കിലും ഓർമ്മയുള്ളത് എന്തെങ്കിലും പാടിയാൽ മതി. കിട്ടുന്നുണ്ടോ? പെട്ടെന്ന് കിട്ടുന്നില്ല അല്ലേ? സാരല്ല, പോട്ടെ കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കാസർഗോഡ്, നിങ്ങൾ സ്ഥലം കാസർഗോഡ് അല്ലേ? ഒരു കാര്യം, ഒരു കാസർഗോഡ് ഭാഷ എന്നോടൊന്ന് സംസാരിക്കും. അപ്പോൾ നിങ്ങളെ വീട് എവിടാ? എൻ്റെ വീട് പാലക്കാട്. നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഞാനിപ്പോൾ ഇവിടെ ആങ്കറിങ് വർക്ക് ചെയ്യുന്നു. അപ്പോൾ അല്ല, ഇങ്ങനെയല്ലല്ലോ. ഞാൻ ചോദിക്കുന്നു. ശരി. ചോറിന് കറി എന്ത്? കറി സാമ്പാർ. അല്ല, ഇതല്ല, ഈ സംഭവം അല്ല. അതായത് ഞാൻ വേറൊരു കാസർഗോഡ് ഭാഷ കേട്ടിരുന്നു. അത് കേൾക്കുന്ന സമയത്ത് ഒന്നും തിരിയുന്നുണ്ടായിരുന്നില്ല. പോയി എന്തൊക്കെയോ സംഭവമൊക്കെ കുറച്ച് അപ്പുറത്ത് കുറച്ച് മാറ്റമുണ്ട്, കുറച്ച് ഇപ്പുറത്ത് കുറച്ച് മാറ്റം. ചില അതിന്റെ വ്യത്യാസമാണ്. അതറിയത്തില്ല, അത് അത്ര വലിയ പിടിയില്ല. ഓക്കെ. പിന്നെ സംസാരിച്ചുകൊണ്ടുണ്ടാകുമ്പോൾ വരുന്നതല്ലാത്ത നമ്മൾ ഇങ്ങനെ നമ്മൾ വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടേ, ഇപ്പൊ നമ്മൾ വീഡിയോസ് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ കാണുമ്പോൾ ഒരു ഫീൽ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ നോക്കുമ്പോൾ ഒരു ഫീൽ വേറെ ആയിരിക്കും. മനസ്സിലായ? അപ്പോൾ പിന്നീട് വീഡിയോ കാണുമ്പോൾ എന്താണ് ഫീൽ ചെയ്തിരിക്കുന്നത്? വീഡിയോ അതിനുശേഷം, അതായത് ഞാൻ ചോദിക്കുന്ന ഉദ്ദേശം, ബെറ്റർ ആക്കണം എന്ന് തോന്നുന്നുണ്ടോ, അതോ ഇങ്ങനെ പോയാൽ മതിയോ, എങ്ങനെയാ? ഇല്ല, ഒരു വീഡിയോ കണ്ടിട്ട് നമുക്ക് ഒന്നാമത് നല്ല ഇതിൽ ചെയ്യണമെങ്കിൽ ചിലവുണ്ട്, പക്ഷേ സമയമില്ല. ഒന്നാമത് ചുരുങ്ങിയ സമയം കൊണ്ട് ചെയ്യുന്നതാണ്. ഇപ്പം ഞാൻ പാട്ട് തന്നെ ചുരുങ്ങിയ സമയം കൊണ്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് ഓരോരു വീഡിയോ ചെയ്യാൻ പിന്നെ അതിന് കുറേ എഡിറ്റ്, ഇപ്പം നമ്മളെ വീഡിയോ എങ്കിലും അങ്ങനെ ചില വീഡിയോയിൽ അങ്ങനെ പോസ്റ്റ് ചെയ്യുന്നതാണ്. അങ്ങനെ എഡിറ്റ് ഒന്നും ചെയ്യാത്ത അങ്ങനെ പോസ്റ്റ് ചെയ്യും. ചില വീഡിയോയെല്ലാം എഡിറ്റ് ചെയ്തിട്ട് തന്നെ പോസ്റ്റ് ചെയ്യും. ഓക്കെ. അപ്പോൾ ഈ എഡിറ്റിംഗ് ആരാ ചെയ്യുന്നത്? ഇപ്പോൾ എഡിറ്റ് നമ്മളെ ഡിഫറെൻറ്റ് ഷോപ്പ് ഞാൻ പറഞ്ഞിട്ടില്ലേ, ഏതായിരുന്നു? ഡ്രസ്സിൻ്റെ എല്ലാ ഷോപ്പ് നിങ്ങൾ കാണുന്നില്ലേ, മറ്റേ ലൊക്കേഷൻ അല്ലേ? അപ്പോൾ ആ ഷോപ്പ് അവരെന്നെ എടുത്ത്. ഭയങ്കര സപ്പോർട്ടാണോ? അവർ നല്ല സപ്പോർട്ടാണ്. ആളുടെ പേര്? അവര് മുജീബ് പറഞ്ഞിട്ട്. മുജീബ് കാ. അപ്പോൾ ആളെ ഡ്രസ്സും കോസ്റ്റ്യൂംസ് ഒക്കെ ആൾ തന്നെയാണ്? ഡ്രസ്സിങ് എല്ലാം തന്നിട്ട് ചെയ്യും. അപ്പോൾ ഈ ഞാൻ പറയട്ടെ, പിന്നെ കുറേ പേര് പുറത്തുനിന്നെല്ലാം സപ്പോർട്ട് ചെയ്യുന്നു, പുറത്തുനിന്നും ചെയ്യുന്നു. പിന്നെ ആരെങ്കിലും വീഡിയോ എടുക്കണം പറഞ്ഞാൽ പുറത്തുനിന്ന് എല്ലാവരും നല്ല സപ്പോർട്ടാണ്. എനിക്ക് പുറത്തുനിന്നും നല്ല സപ്പോർട്ട് കിട്ടും. ആരും എന്തും പറഞ്ഞാലും ഒരു വീഡിയോ എടുക്കണം പറഞ്ഞാൽ അവർ സപ്പോർട്ട് ചെയ്യും. നല്ല സപ്പോർട്ട് ഉണ്ട്. ഓക്കെ. ഇപ്പോൾ മനുചേട്ടൻ കുറേ വീഡിയോസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സോങ് ആണെങ്കിലും മിമിക്രി ആണെങ്കിലും ഡാൻസ് ആണെങ്കിലൊക്കെ. അപ്പോൾ ഇത്രയും ചെയ്തതിൽ ഏറ്റവും കൂടുതൽ റീച്ച് ആകുന്നത് ഏത് കാറ്റഗറി ചെയ്യുന്ന സമയത്താണ് കൂടുതൽ റീച്ച് ആകുന്നത്? പാട്ട് പാടുമ്പോൾ ഈ പറഞ്ഞ ഞാനാ വെച്ച സോങ് ആണോ അതോ? നല്ല റീച്ച് ആവും. ഓക്കെ. ഇപ്പോൾ നമുക്കിപ്പോൾ ആദ്യം നമ്മൾ വീഡിയോസ് ചെയ്ത് തുടങ്ങിയല്ലോ, അപ്പോൾ കുറേ ബാഡ് കമൻറ്റ്സ് നമുക്ക് വരും. അപ്പോൾ എന്തൊരു സാധനം നമുക്ക് ഫസ്റ്റ് കാണുമ്പോൾ അല്ലെങ്കിൽ ഫസ്റ്റ് അനുഭവിക്കുമ്പോൾ ഭയങ്കര ഫീലിംഗ് ആയിരിക്കും. ആദ്യമായിട്ട് കാണുമ്പോഴും കേൾക്കുമ്പോഴും എന്തുവരെ അങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ മനുചേട്ടൻ്റെ ആ ഒരു ലൈഫ് ജേണിയിൽ ആ സാഡ് ആയിട്ടുള്ള മൊമെൻറ്റ് അങ്ങനെ എന്തെങ്കിലും? ഇല്ല, അത് നമുക്ക്
നമുക്ക് ഇനി ഒന്നാമത് ഇനി തിങ്ക് ചെയ്യാനുള്ള സമയമില്ല. ഒന്നാമത് നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കും. എന്തും പറയുന്നവർ നമുക്ക് എന്ത് ഭംഗി ഉണ്ടാക്കാം അതിനെ തിങ്ക് ചെയ്ത് മുന്നോട്ട് പോകുന്നതല്ലാത്ത ഈ ജോലി സമയമായി അതിന് ശേഷം വന്ന് ബാക്കിയെല്ലാം സമയമാകുമ്പോൾ നമ്മൾ ഈനായിട്ട് തിങ്ക് ചെയ്യില്ല. പറയുന്ന നമ്മൾ എല്ലാവരും ചിന്തിച്ചാൽ നമുക്ക് അതിന് സമയം ഉണ്ടായിരിക്കും. ഓക്കെ. അല്ല എന്നാലും നമ്മളിപ്പോൾ ഒരു ഫസ്റ്റ് ഒരു വീഡിയോ ഇറക്കി അപ്പോഴേക്കും ഫസ്റ്റ് കമൻറ്റ് ആദ്യമായിട്ട് കമൻറ്റ് കേൾക്കുക, നമ്മൾ ലൈഫിലാണ് കേട്ടിട്ടില്ല. കേൾക്കുന്ന സമയത്ത് അപ്പോൾ തന്നെ നമുക്ക് പോസിറ്റീവായിട്ടൊക്കെ എങ്ങനെ എടുക്കാൻ പറ്റുക? ആദ്യം ഒരു സാഡ് ഉണ്ടാവുമല്ലോ, പിന്നെ അത് കഴിഞ്ഞപ്പോൾ പതിയെ മറ്റുള്ള സപ്പോർട്ടും കുഴപ്പമില്ല സാറില്ല സപ്പോർട്ട് പതിയെ നമ്മുടെ മനസ്സ് മാറിയിട്ടാണല്ലോ പിന്നെ ആ ലെവലിലേക്ക് കിടക്കുക. ആദ്യം തന്നെ ഒരു നെഗറ്റീവ് ഉണ്ടാവുമല്ലോ, അതാണ് ഞാൻ ചോദിച്ചത്. അത് തന്നെ നമ്മൾ ഈ വീഡിയോ റീൽസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇത് തിങ്ക് ചെയ്ത് നെഗറ്റീവ് എന്തായിരിക്കും വരും 100%. പിന്നെ നമ്മൾ ആ തിങ്ക് ചെയ്യാറില്ല മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നു, എന്ത് പറയുന്നു, എന്ത് കേൾക്കുന്നു, എന്ത് ഓർക്കുന്നു, നമ്മൾ എന്ത് ചിന്തിക്കുന്നു എന്നാണ് പ്രാധാന്യമുള്ളത് മനസ്സിലാക്കി. അപ്പോൾ നമ്മളൊരു വീഡിയോ ചെയ്യണ സമയത്ത് മലയാളം പറഞ്ഞു ആദ്യം നെഗറ്റീവ് കമൻറ്റ്സ് പ്രതീക്ഷയാണെന്ന്. അപ്പോൾ അതെന്താ അങ്ങനെ ചിന്തിച്ചേ? ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യം പെർഫെക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് കമൻറ്റ്സ് വരാൻ ചാൻസ് ഇല്ലല്ലോ. ബാക്കിയുള്ള പ്രൊഫൈൽ നോക്കുമ്പോൾ ഏറ്റവും നല്ല ചെയ്താലും കുറ്റങ്ങളില്ലാത്തൊരു അത് ഓഫ് കോഴ്സ് ഉണ്ടാവും. ഇപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു പോസ്റ്റ് ഉണ്ടാവും, നെഗറ്റീവ് ഉണ്ടാവും, ഓക്കെ ഫൈൻ. പക്ഷെ എന്നാലും ബ്രോ ചെയ്യുന്ന വീഡിയോസിൽ മുൻകൂട്ടി എല്ലാ നെഗറ്റീവ്സ് ആയിരിക്കും. ഇപ്പോൾ നിങ്ങളുടെ ഇപ്പോൾ കമൻറ്റ്സ് ആണ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ കമൻറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ നിർത്തിപ്പോക്കൂടെ അങ്ങനെ ഇങ്ങനെ കുറേ ചെയ്തുകൊണ്ടിരിക്കുക. അത് മുൻകൂട്ടി കാണുമ്പോൾ അപ്പോൾ ചെയ്ത വീഡിയോസിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫീൽ ചെയ്തില്ല? നമുക്ക് എന്തെന്ന് പറഞ്ഞാൽ നമുക്ക് ചെറിയ സാഹചര്യത്തിൽ ചെറിയ പ്രായത്തിൽ നമുക്ക് ഇതൊന്നും അവസരം കിട്ടിയിട്ടില്ല. ഒന്നാമത്തെ. രണ്ടാമത്തെ കാര്യം എന്തെന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യുന്ന കാര്യം നമ്മൾ ചെയ്യാം, ഭംഗി പിന്നെ ഉണ്ടാക്കാം, അത് ഭംഗി ഉണ്ടാവും. നമ്മൾ ചെയ്യുന്ന കാര്യം ചെയ്താൽ ഭംഗി എലിറ്റ് ഒന്നും. ഇപ്പം നമ്മൾ ഒരു ഡാൻസ് ചെയ്യുന്നു, ഇപ്പോൾ വെള്ളം അടിച്ചിട്ടോ പിന്നെ ബാക്കി എന്തും ഉപയോഗിച്ചോ ഞാൻ ഒരു ഡാൻസ് ചെയ്യാറില്ല. എല്ലാം നാച്ചുറലായിട്ടാണ് ചെയ്യുന്നത്. വെള്ളം അടിച്ചിട്ട് ചെയ്യുന്നവർക്ക് ആൾക്കാർ അങ്ങനെയെന്ന് പറയാം. നമ്മൾ അങ്ങനത്തെ ഒന്നുമില്ല. ഏത് സമയത്ത് നമുക്ക് നിങ്ങൾ ഡാൻസ് ഇവിടെ ചെയ്യണം പറഞ്ഞിട്ട് ചെയ്താൽ നമ്മൾ നിങ്ങൾക്ക് അറിഞ്ഞല്ലോ കടുപ്പുറത്ത് നമ്മൾ ചെയ്തു, നമ്മൾ ആ സമയത്ത് അത് സ്പോട്ടിൽ നമ്മൾ നാച്ചുറായിട്ട് സ്പോണ്ടേനിയസ് അതെങ്ങനെയാണ് വരുന്നത്? ഇപ്പോൾ ചില ആൾക്കാർക്ക് കിട്ടാത്തൊരു സംഭവമാണ്. ഒരാൾക്കാർ നമ്മുടെ അടുത്ത് പാട്ട് പാടാനോ കളിക്കാനോ പെട്ടെന്ന് കിട്ടത്തില്ല. പക്ഷെ ബ്രോയ്ക്ക് ആ ഒരു കുഴപ്പമില്ല. അപ്പോൾ എന്താ അങ്ങനെ ആ ഒരു സംഭവം? അത് നമുക്ക് അങ്ങനെ ചെറുപ്പം തൊട്ട് അങ്ങനെയാണോ? ഇല്ല, ചെറുപ്പത്തിലല്ല. നമ്മൾക്ക് ഇങ്ങനെ സ്റ്റേജിൽ നിൽക്കണം വേണ്ടിയിട്ട് നല്ല താല്പര്യമാണ്. സ്റ്റേജ് ആ ഒരു താല്പര്യം കൊണ്ട് നമുക്ക് സ്റ്റേജിൽ കിട്ടിയിട്ടില്ലെങ്കിൽ ഈ അവസരത്തിൽ കിട്ടുമ്പോൾ നമ്മൾ അതിനെ യൂട്ടിലൈസ് ചെയ്യാം. അപ്പോൾ നമുക്ക് പേടി നമ്മൾ കുറഞ്ഞിരിക്കും. നമ്മൾക്ക് ആരോടും സംസാരിക്കാൻ ഒരു പേടി ഉണ്ടാവും, അതെല്ലാം ഇതിൽ കുറവുണ്ടായിരിക്കും. ഓക്കെ ഓക്കെ. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ഇൻസ്റ്റാ റീൽസ് എല്ലാം വിട്ട് കഴിഞ്ഞാൽ എന്താണ് പരിപാടി? ഐ മീൻ പേഴ്സണൽ ലൈഫാണെങ്കിൽ എന്തൊക്കെയാണ് ജോലി കാര്യങ്ങൾ അതിനെക്കുറിച്ചൊക്കെ? ജോലി ഇപ്പം നമുക്ക് സമയം സൺഡേ കിട്ടുന്നെന്ന് റീൽസ് ചെയ്യും. പിന്നെ ജോലി കഴിഞ്ഞിട്ടുള്ള ആ സമയത്ത് കിട്ടുന്ന ഗ്യാപ്പിലാണ് ഈ റീൽസ് ചെയ്യുന്നത്. പിന്നെ മൊത്തം റീൽസിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യാറില്ല. അപ്പോൾ റീൽസിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു സമയമായി നോക്കുന്നുണ്ട്. ഐ മീൻ അത്ര തന്നെ 10 മിനിറ്റോ 1/4 മണിക്കൂർ അത്ര തന്നെ, 15 ഒരു റീൽസ് അത്ര തന്നെ. ടേക്കൊക്കെ പോകാറുണ്ടോ? കുറേ ടേക്ക് എടുക്കാറുണ്ടോ? ഇല്ല അങ്ങനെയൊന്നും. സമയം നമുക്ക് പോകുന്ന സമയത്ത് ചിന്തിക്കും, ആ സമയത്ത് റീൽസ് ചെയ്യും, അത്രയും. ഞാൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ വർക്ക് എന്താ ജോലി എവിടെയാണ് ചെയ്യുന്നത് അങ്ങനെയൊക്കെ? ജോലി ഇപ്പോൾ ബാങ്കിലാണ് ചെയ്യുന്നത്. ബാങ്കിലാണോ? അപ്പോൾ ആ സമയം കൊണ്ട് കുറച്ച് കിട്ടുന്ന സമയം കൊണ്ടാണ് ഞാൻ റീൽസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ജോലി സമയം കഴിഞ്ഞ് വൈകുന്നേരം വന്ന് ഓക്കെ. അപ്പോൾ സൺഡേ കിട്ടിയ ആ ദിവസം റീൽസ് ചെയ്യും. പിന്നെ ജോലി കഴിഞ്ഞിട്ട് പോകുന്ന ചെറിയ സമയം കൊണ്ട് റീൽസ് ചെയ്യും, അങ്ങനെ ചെയ്യുന്നതാണ്. ഓക്കെ. അപ്പോൾ ഈ റീൽസ് ഒക്കെ പോസ്റ്റ് ചെയ്യണ സമയമൊക്കെ ഇപ്പോൾ എങ്ങനെയാണ് വരുന്നത്? പോസ്റ്റ് ചിലപ്പോൾ ബസ്സിൽ പോകുമ്പോൾ ആ സമയത്ത് പോസ്റ്റ് ചെയ്യും. അല്ല, ആ ടൈമല്ല. അതായത് നമുക്ക് ഒരു ദിവസം ഇന്ന് വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞിട്ട് പോസ്റ്റ് ചെയ്യും. എന്തോ ഒരു ടൈമിംഗ് എന്തോ ഉണ്ടല്ലോ. ടൈമിംഗ് ആ സമയം വെച്ചിട്ട് ചിലപ്പം അത് നമുക്ക് റീച്ച് ആവേണ്ടേ അക്കൗണ്ട് ഇൻസ്റ്റ റീച്ച് ആകാൻ വേണ്ടിയിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് ചിലപ്പം പോസ്റ്റ് ചെയ്യും അങ്ങനെ വീഡിയോ.
പോസ്റ്റ് ആക്കും അല്ലേ? ഓക്കെ. പിന്നെ വേറെ മനുചേട്ടൻ്റെ കണ്ടൊരു സംഭവമാണ് മറ്റേ വാലന്റൈൻസ് ഡേ ഒരു സോങ് ഇല്ലേ? എന്തായാലും വാലന്റൈൻസ് ഡേ കഴിഞ്ഞ സ്ഥിതിക്ക് പാട്ട് അതിനെക്കുറിച്ച് പാടാൻ പറ്റുമോ? അത് വാലന്റൈൻസ് വാലന്റൈൻസ് സോങ് ഞാൻ അന്ന് ദിവസത്തേക്ക് വേണ്ടിയിട്ട് പാടിയ സോങ്ങാണ്. ഓക്കെ, ഒന്ന് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റാ? വാടി വാടി വാലന്റൈൻസ് ഡേ, വാടാ വാടാ വാലന്റൈൻസ് ഡേ, ചോക്ലേറ്റ് ചോക്ലേറ്റ്, ഡയറി മിൽക്ക് മതിയോ മഞ്ച് മതിയോ ഏതെങ്കിലും മതി 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 മതി, വാടി വാടി വാലന്റൈൻസ് ഡേ, വാടാ വാടാ വാലന്റൈൻസ് ഡേ. ഓക്കെ, ഓഹോ, പൊളി, താങ്ക് യു. അപ്പോൾ ഈ പാട്ട് പാടിയ സ്ഥിതിക്ക് ഞാൻ ചോദിക്കാൻ പോണ ക്വസ്റ്റ്യൻ എസ്കേപ്പ് ചെയ്യരുത്. ഇല്ല ഇല്ല. ഓക്കെ, ഫൈൻ. ലൈൻ ഉണ്ടാ? ഇല്ല, ഇതുവരെ ലൈനൊന്നും അടിച്ചിട്ടില്ല. ലൈന് പറഞ്ഞാൽ ഒന്നാമത് ജോലി സമയത്ത് നമ്മ വീട് വിട്ടാൽ ജോലി വിട്ടാൽ ഇതുവരെ ലൈൻ ഉണ്ടായിട്ടില്ല അല്ലേ? ഇതുവരെ വിശ്വസിക്കണം അല്ലേ? ഇതുവരെ ഈ ഇന്റർവ്യൂല് പറയുന്നതിന് സത്യമായിട്ട് ഉണ്ടായിട്ടില്ല. ഒന്നാമത് ചില ആള് പറയുന്നത് മനോജിന് പെണ്ണായിട്ടില്ല, പെണ്ണ് കിട്ടിയിട്ടില്ല എന്ന്, ബോളന് എല്ലാം പറയുന്നുണ്ട്. എന്നാലും ഒരു ക്രഷെങ്കിലും ഒരു വൺ സൈഡ് ലവ് ഉണ്ടാവുമോ? ഒന്നുമില്ല ഇതുവരെ. ഞാൻ ആരോടും ഇഷ്ടം തോന്നിയിട്ടില്ല. ഇഷ്ടം തോന്നാത്തല്ല, ഞാൻ അങ്ങനെ നമ്മളെ ജീവിത സാഹചര്യം അങ്ങനെയായിരുന്നു. എങ്ങനെയില്ലെങ്കിൽ നല്ലോണം കഷ്ടപ്പാടിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സാഹചര്യം ആകുമ്പോൾ നമുക്ക് ആ വിഷമം വേദന ഉണ്ടാകുമ്പോൾ നമ്മൾ ലവിൻ്റെ രീതിയിൽ നമ്മൾ ചിന്തിച്ചിട്ടില്ല. പിന്നെ എഡ്യൂക്കേഷനെല്ലാം നമുക്ക് ആ പഠിക്കുന്ന സമയത്ത് അങ്ങനെ പോകുന്നതല്ലാത്ത ഈ രീതി നമ്മൾ അധികം. ശരി 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 ശരി, ഞാൻ ക്വസ്റ്റ്യൻ വിടാൻ പോകുന്ന ഉദ്ദേശിക്കുന്നില്ല. വായി നോക്കാറുണ്ട്? ഇല്ല, അത് നോക്കാറില്ല. ആണല്ലേ? ഇത് ഞാൻ വിശ്വസിക്കണം. ഞാൻ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് എത്ര പെൺകുട്ടി ട്രെയിൽ പോയിക്കൊണ്ടിരിക്കണമെന്ന്. പോട്ടെ പോട്ടെ പോട്ടെ, വായി നോക്കുന്നില്ല. ഒരു കലയാണെന്ന്. കല നിങ്ങൾക്ക് കലയായിരിക്കും, പക്ഷെ ഞാൻ ആ സമയത്ത് നമ്മൾ ഒന്നാമത് ഞാൻ പറഞ്ഞല്ലോ ഡ്യൂട്ടി സമയം പോകുന്നുണ്ട്, ഇത് പോകുന്നുണ്ട്, പിന്നെ വീട്ടിലെ കാര്യങ്ങളെല്ലാം നമ്മൾ പോകുന്നുണ്ട്. അപ്പൊ എങ്ങനെ ഇതിനെല്ലാം സമയം കിട്ടുന്നത്? ശരി, അങ്ങനെയാണെങ്കിൽ ഭാവി ഫ്യൂച്ചർ മാരേജ് കഴിക്കാൻ പോകുമല്ലോ, അപ്പൊ എന്താണ് പ്ലാനിങ്? ഐ മീൻ, എങ്ങനെ ആയിരിക്കണം പെൺകുട്ടി, ഇങ്ങനെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സങ്കല്പം ഉണ്ടാവുമല്ലോ, അതില്ല എന്ന് പറയരുത്, അത് പറ കേട്ടെ. ഇത് പെൺകുട്ടിയാ തന്നെ നമുക്ക് ഭംഗിന്റെ പ്രശ്നമില്ല. ഭംഗി വലിയ സ്വഭാവത്തില് നല്ലത്. സ്വഭാവം നമുക്കറിയാലോ. സ്വഭാവം എങ്ങനെ ഇരിക്കണം പറഞ്ഞാല് നമുക്ക് മീൻസ് നമ്മള് ഈക്വലായിട്ട് പോവാ, അത്രയേ ഉള്ളൂ. എന്ത് ഈക്വലായിട്ട് പോവാ? ഈക്വൽ ഇപ്പൊ നിങ്ങൾ ഒരു കാര്യം പറഞ്ഞാല് അവിടെ പോകേണ്ട പറഞ്ഞാല് അങ്ങനെ പോവാ. ഇത് പ്രസ് ചെയ്തിട്ട് പറയുന്നല്ല, ആ രീതിയിൽ ഈക്വലായിട്ട് പോവാ. അല്ലെങ്കിൽ നമുക്ക് നമ്മളെ രീതിയിൽ പറയുന്ന രീതിയിൽ അങ്ങനെ പോവാ. അതായത് മനോജേട്ടൻ പറഞ്ഞ കാര്യങ്ങളിൽ ഓപ്പോസിറ്റ് അല്ലാതെ ഈക്വലായിട്ട് തീരുമാനങ്ങളൊക്കെ എടുത്ത് മുമ്പോട്ട് പോകുന്ന അങ്ങനെ. ഇത് ഇപ്പൊ നമ്മ പറയുന്നത് ചില ആള് പറയും, അത് തർക്കിച്ചിട്ട് പറയുന്ന നമ്മളെ രീതിയിലാകുമ്പോൾ നമുക്ക് സാഹചര്യം പോലെ ഈക്വലായിട്ട് പോവാന്ന്. അത്രേ ഉള്ളൂ. അപ്പോൾ കല്യാണം നോക്കുന്നുണ്ടോ? ഇതുവരെ നോക്കിയിട്ടൊന്നുമില്ല. ഒന്നാമത് നോക്കാത്ത സമയമായില്ലേ? പിന്നെ എപ്പോഴാണ് സമയം പറഞ്ഞാൽ ഇതിൻ്റെ അടുക്ക് അമ്മയെല്ലാം മരിച്ച സമയമാണ്, അതുകൊണ്ട് കുറച്ച് അങ്ങനെയൊക്കെ ആയിരിക്കണം അല്ലേ? ഓക്കെ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ബ്യൂട്ടി അങ്ങനെയൊന്നുമില്ല, ജസ്റ്റ് ക്യാരക്ടർ മാത്രമേ ഉള്ളൂ. ക്യാരക്ടർ അങ്ങനെ. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വരാൻ പോണ കുട്ടി ഇതേപോലെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഭയങ്കര വൈറലായിട്ട് നിൽക്കുന്ന ഒരു കുട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്മതിക്കും? അങ്ങനെയൊന്നും ഞാൻ തിങ്ക് ചെയ്തിട്ടില്ല. അനുസരിച്ച് നോക്കാം. ഒരുപക്ഷെ വരികയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സാഹചര്യം അനുസരിച്ച് നോക്കാം. എന്ത് സാഹചര്യം? സാഹചര്യം നമുക്ക് പറ്റിയതെങ്കിലും നോക്കാം, അത്രയേ ഉള്ളൂ. നമുക്ക് പറ്റണല്ലോ, അല്ലാതെ ഇതിപ്പോ ചക്ക വെച്ചിട്ട് മാങ്ങ വേണം, അല്ലെങ്കിൽ ഇതേപോലെ ഫിലിം റിവ്യൂ പറയുന്ന വളരെ വെറൈറ്റി ആയിട്ട് ഡാൻസ് കളിച്ചിട്ട് അല്ലെങ്കിൽ ഭയങ്കര സാധനം ആ റിവ്യൂ വരുന്നൊരു കുട്ടി ചിലപ്പോൾ പ്രപ്പോസ് ചെയ്യാണ് റീൽസിൽ ഇങ്ങനെ, ചേട്ടാ എനിക്ക് ഇഷ്ടമാണ്, എന്താ പറയാ? റീൽസിൽ ഇഷ്ടമാണ്. നമുക്ക് സംസാരിച്ചിട്ട് നോക്കാത്ത റീൽസിൽ ഇഷ്ടം അല്ലെങ്കിൽ നമ്മ എങ്ങനെ അതിനെ
തീർച്ചയായും അങ്ങനെയുള്ള ആൾക്ക് എനിക്ക് ഇഷ്ടമാണോ റീൽസിൽ ഇങ്ങനെ ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്ക് എനിക്ക് ഇഷ്ടമാണോ ഞാൻ ചോദിച്ചത്. അപ്പൊ അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ. ഇല്ലാതെ പെൺകുട്ടി ആയതുകൊണ്ട് ക്യാമറ ഫേസിൽ വരാതിരിക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ല. ഇല്ല, അങ്ങനെ. ഓക്കെ. ഒരു കാര്യം ചെയ്യാം, ഒരു നല്ലൊരു പാട്ട് പ്രേക്ഷകർ വേണ്ടി ഒന്ന് പാടാം. പച്ചക്കിളിയുടെ മൂളിപ്പാട്ടുണ്ടോ കൂട്ടിനുള്ളിൽ, പച്ചക്കിളിയുടെ മൂളിപ്പാട്ടുണ്ടോ, പച്ചക്കിളിയുടെ മൂളിപ്പാട്ടുണ്ടോ കൂട്ടിനുള്ളിൽ, പച്ചക്കിളിയുടെ മൂളിപ്പാട്ടുണ്ടോ, കാട്ടിനുള്ളിൽ കൂട്ടിനുള്ളിൽ കിളികളുണ്ട്, കാട്ടിനുള്ളിൽ കൂട്ടിനുള്ളിൽ കിളികളുണ്ട്. ആഹാ, പച്ചക്കിളിയുടെ പച്ചക്കിളിയുടെ മൂളിപ്പാട്ടുണ്ടോ കൂട്ടിനുള്ളിൽ, പച്ചക്കിളിയുടെ മൂളിപ്പാട്ടുണ്ടോ. ഓക്കെ. ഓഹോ, ഈ പച്ചക്കിളി എന്താ? പച്ചക്കിളി മഞ്ഞക്കിളിയുള്ളത് ഞാൻ പച്ചക്കിളിയാക്കി. അതാണ് ഇതിന്റെ വെറൈറ്റി. നമ്മളിലെല്ലാം വെറൈറ്റി ആണ്. ഇപ്പൊ പല തരത്തിൽ ഇപ്പൊ വെറൈറ്റി അല്ല. ഇപ്പൊ എന്താണ്, ഇപ്പൊ ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വെറൈറ്റി ആയിക്കൊണ്ടിരിക്കുന്നത്. പച്ച മഞ്ഞ നീലെല്ലാം മാറ്റാം. എത്ര വേണമെങ്കിൽ അതിന്റെ കളർ മാറ്റിട്ട് ആ പാട്ട് ഉണ്ടാക്കാം. ഓക്കെ. ഇനിയിപ്പോ ഭാവിയിൽ ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ മുമ്പോട്ട് കൊണ്ടുവന്നാണോ അത് വേറെ എന്തെങ്കിലും പ്ലാനിങ്സ് ഉണ്ടോ? വേറെ ഇല്ല, നമുക്ക് പാട്ട് കൊണ്ട് തന്നെ കുറച്ച് വെറൈറ്റി ആയിട്ട് തന്നെ കൊണ്ടുപോകാന്ന്, സമയം കിട്ടുന്ന രീതിയിൽ ചേഞ്ച് ചെയ്തുകൊണ്ട് പോവാന്നുള്ളത്. ഓക്കെ. ഈ സംഭവം തന്നെ ബർത്ത്ഡേക്ക് എന്തോ പാട്ടൊക്കെ ഇറക്കുന്നുണ്ടല്ലോ, ബർത്ത്ഡേന്റെ പാട്ടുണ്ട്. അപ്പൊ ഞാൻ അങ്ങോട്ടൊന്ന് ചോദിച്ചോട്ടെ. അപ്പൊ നിങ്ങളെ ബർത്ത്ഡേ അപ്പൊ? എന്റെ ബർത്ത്ഡേ ഏപ്രിൽ 25-ാം തീയതി. അപ്പൊ നമുക്ക് ഇപ്പൊ തന്നെ ഇവിടെ ഒരു വരുന്ന സ്ഥിതിക്ക് ഒരു ഹാപ്പി സോങ് ആക്കിയാലോ? സ്പോട്ടില് എനിക്ക് എൻ്റെ ബർത്ത്ഡേക്ക്, അപ്പോൾ എൻ്റെ ബർത്ത്ഡേ ഏപ്രിൽ 25-ാം തീയതി. അപ്പോൾ എനിക്ക് വേണ്ടി പാടുന്നു. ഓക്കെ. ഏപ്രിൽ 25. Happy birthday, happy birthday to you, happy birthday to you. Sedu, happy birthday to you. Happy birthday. 25 birthday, Sedu birthday. Happy birthday to you, happy birthday to you. Happy. Sedu birthday, happy. Okay. ഓഹോ, താങ്ക് യു. എൻ്റെ ജീവിതത്തിൽ ഇങ്ങനത്തെ ബർത്ത്ഡേ വിഷ് ഞാൻ കേട്ടിട്ടുണ്ടാവില്ല കേട്ടോ. താങ്ക് യു. അടിപൊളിയായിട്ടുണ്ട്. അതാണ് എൻ്റെ സന്തോഷം. പിന്നെ നമ്മുടെ കുറച്ച് സീരിയസ് അല്ല എന്നാലും നമ്മുടെ തൊപ്പിയൊക്കെ ആയിട്ട് കുറച്ച് വീഡിയോസ് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. തൊപ്പിയുടെ മുടി എന്താ ഇങ്ങനെ ഇരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ സാധനം അത് തിരിച്ച് റിയാക്ട് ചെയ്തിട്ട് തോന്നുന്നു അല്ലേ? റിയാക്ട് ചെയ്തിട്ടില്ലേ? എന്താ അതിനെ കുറിച്ച്? തൊപ്പിനെ കുറിച്ചിട്ട് പറയുന്നുണ്ടെങ്കിൽ എനിക്ക് തൊപ്പിനെ കുറിച്ചിട്ട് ഒന്നുമില്ല, ദേഷ്യം അങ്ങനത്തെ ഒന്നുമില്ല. പക്ഷേ തൊപ്പി എൻ്റെ വീഡിയോക്ക് കുറേ ട്രോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചില ആൾക്ക് എന്നെ ട്രോളുന്ന ഒരു സന്തോഷമല്ലേ, അത് മറ്റുള്ളവർ എന്നെ കുറിച്ചിട്ട് പറയുന്നുണ്ടെങ്കിലും അതിൽ സന്തോഷിക്കുന്നെങ്കിൽ സന്തോഷിച്ചിട്ട് അത് മാത്രം ഞാൻ തൊപ്പിയോട് പറയുന്നത്. തൊപ്പി ലാസ്റ്റ് ടൈം റിയാക്ട് ചെയ്ത ഒരു വീഡിയോ കണ്ടിരുന്നു. കണ്ടിരുന്നു. അത് ലാസ്റ്റ് ആ തൊപ്പി റിയാക്ട് ചെയ്ത വീഡിയോ കണ്ടിരുന്നു. എന്താ തോന്നിയേ? അവര് സന്തോഷത്തിന് നമ്മ നെഗറ്റീവായിട്ട് ഞാൻ ആരെയും അങ്ങോട്ട് പറയില്ല. ഞങ്ങൾക്ക് എല്ലാവരും ഉയർത്തുക. എന്നെ ഇപ്പോൾ ആരും എന്തും പറഞ്ഞാലും ആരും എന്തും ഇൻബോക്സിൽ ദുഃഖങ്ങൾ ആരും പറയുന്നുണ്ടെങ്കിൽ അതാണ് എൻ്റെ സന്തോഷം. ദുഃഖം കേൾക്കുന്നതാണ് എൻ്റെ സന്തോഷം. അതിൽ അപ്പം നമ്മളെ ദുഃഖം കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഒരു സന്തോഷം ഉണ്ടെന്ന്. ഞാൻ ദുഃഖം കേൾക്കാനാണ് താല്പര്യപ്പെടുന്നത്. ചില ആൾ ദുഃഖം കേൾക്കുമ്പോൾ ഒഴിഞ്ഞു മാറും. ഇപ്പോൾ ഫ്രണ്ട്സ് ആയെങ്കിലും കുറേ പേര് സംസാരിച്ച് ദുഃഖം കേട്ടാൽ പിന്നെ സംസാരിക്കാൻ വരില്ല. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഓ ശരി. ദുഃഖം കേൾക്കാനുള്ള താല്പര്യപ്പെടുന്നത് കുറച്ച് കുറവ് തന്നെയായിരുന്നു. ഇപ്പൊ എങ്ങനെ ലൈഫിൽ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ? എങ്ങനെയാ? ഇപ്പോൾ ഇൻസ്റ്റ ഇത് വന്നതുകൊണ്ട് കുറെ പേര് നല്ല ഇതിൽ കുറെ പേര് വിളിച്ച് സംസാരിക്കുന്നു, മെസ്സേജ് അയക്കുന്നു. എല്ലാവർക്കും റീപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല. പിന്നെ കുറച്ച് തിരക്കാണ്. ഓക്കെ. നമ്മുടെ ഉമേഷ് ചേട്ടനൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഉമേഷ് ചേട്ടൻ നേരിട്ട് കണ്ടോ? ഉമേഷ് നേരിട്ട് കണ്ടോ? ഇല്ല, കാണാൻ പറഞ്ഞിട്ടുണ്ട് ഉമേഷ് ചേട്ടൻ. ആണോ? തിരക്കായതുകൊണ്ടല്ലേ? എനിക്ക് ഉമേഷ് ചേട്ടനെയും നിങ്ങളുടെ വീഡിയോ ഒരുമിച്ച് വരുമോ? വരണം, ചെയ്യണം പറഞ്ഞിട്ടുണ്ട്. ഉമേഷ് ചേട്ടൻ കുറെ പ്രാവശ്യമായി വിളിക്കുന്നത്. അപ്പൊ നോക്കാൻ പറ്റിയാൽ ചെയ്യാം. വേണ്ടി ചെയ്യണമെന്നുണ്ട്. ഓക്കെ. നമുക്കൊരു മിമിക്രി ചെറിയൊരു സാധനം പ്രേക്ഷകർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുമോ? മിമിക്രി അറിയാം. ചോദ്യോത്തരം ഒരു കാര്യം ചെയ്യാം. പ്രേക്ഷകരോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, എന്നിട്ട് ആൻസർ കമന്റ്സ് പറയട്ടെ. അതെയാ? ഓക്കെ. അപ്പോൾ എൻ്റെ ഒന്നാമത്തെ ചോദ്യം എന്തെന്ന് പറഞ്ഞാൽ, ചക്കയിൽ കുരുവുള്ളത് എന്തുകൊണ്ടെന്നാണ് എൻ്റെ ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, മഴ പെയ്യുമ്പോൾ
കുട പിടിക്കുന്നത് എന്തുകൊണ്ടെന്നാണ് രണ്ടാമത്തെ ചോദ്യം. പൊളി. അപ്പോൾ ഇതിൻ്റെ ആൻസർ എല്ലാവരും കമൻറ്റ് ബോക്സ് കമൻറ്റ് ചെയ്യുക. ഓക്കെ. ഓഹോ.